ശ്രീ ജാഫർ കുട്ടി, ഈ ഒരു റെയിൽവേയുടെ മനസ്സിൽ നിന്ന് തന്നെ അറിയണമല്ലോ, താങ്കൾ റെയിൽവേക്കൊപ്പം ജീവിച്ച ആളാണ്. അപ്പോൾ എന്താണ് ഈ ഇത്തരത്തിൽ പാലക്കാട് ഡിവിഷൻ ശോഷിക്കുമ്പോൾ പ്രധാനമായും കേരളത്തിന് സംഭവിക്കുന്ന പൊതുനഷ്ടം? പാലക്കാട് ഡിവിഷൻ ഇപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേക്കകത്ത് വളരെ ചെറിയ ഒരു ഡിവിഷനാണ്. ഇപ്പോൾ അതിൻ്റെ വരുമാനത്തിൻ്റെ 70% പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയാണ്. അതായത് മാംഗ്ലൂർ സെൻട്രൽ, മാംഗ്ലൂർ ജംഗ്ഷൻ, പണമ്പൂർ തുടങ്ങിയ പ്രധാന റെയിൽവേ കേന്ദ്രങ്ങൾ, പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇവയാണ് പാലക്കാട് ഡിവിഷൻ്റെ വരുമാനത്തിൻ്റെ 70% നേടിക്കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് റെയിൽവേ മന്ത്രാലയം സദേൺ റെയിൽവേയിൽ നിന്ന് ഈ പറയുന്ന ഭാഗങ്ങൾ, ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിനകത്ത് വരുന്ന ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏകപക്ഷീയമായിട്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല റെയിൽവേയിൽ. ഇവിടെ അവർ വേണ്ടത്ര യാതൊരു കൺസൾട്ടേഷനും നടത്തിയിട്ടില്ല. സദേൺ റെയിൽവേ ജനറൽ മാനേജരെ ഇൻഫോം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും ചർച്ച നടത്തുകയോ ഒപ്പീനിയൻ ചോദിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിയൻസ് ഉണ്ട്. തിരഞ്ഞെടുത്ത് റെയിൽവേയോടൊപ്പം റെയിൽവേ മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം വഹിക്കുന്ന തിരഞ്ഞെടുത്ത യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ വളരെ ധാർഷ്ട്യത്തോടെ ഏകപക്ഷീയമായിട്ട് ഈ ചെയ്തതിൻ്റെ കാരണം അവർ പറയുന്നത് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്നാണ്. അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യം. മറ്റൊന്ന് പറയുന്നത് ഈ നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യമെന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. ഇത്രയും നാളത് ഭംഗിയായിട്ട് നടക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഷൊർണൂറുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും മംഗലാപുരത്തിലേക്ക് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതായത് ഷൊർണൂറുണ്ടായിരുന്ന പ്രൈമറി കോച്ച് മെയിൻ്റനൻസ് സെൻറ്റർ, കോച്ചിങ് യാർഡ് തുടങ്ങിയവയെല്ലാം, പിന്നെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ സൗകര്യങ്ങൾ, IOH ഇൻ്റർമീഡിയറി ഓവർഹോളിംഗ് സൗകര്യങ്ങൾ, സ്ലീപ്പർ മാനുഫാക്ചറിങ് സൗകര്യങ്ങൾ, ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ഘട്ടം ഘട്ടമായിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ ഇത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് ഒരു വഞ്ചനയെന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇതിനോടൊപ്പം ഓപ്പറേഷണൽ കൺവീനിയൻസിനോടൊപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു റീസൺ മൾട്ടി ഫ്രിക്ഷൻ ഒഴിവാക്കാനാണ്. മൾട്ടി സോൺ ഫ്രിക്ഷൻ ഒഴിവാക്കുക എന്നതാണ്. അത് വളരെ അപകടകരമായ ഒരു നിലപാടാണ്. ഇത്രയും നാൾ റെയിൽവേ പറഞ്ഞുകൊണ്ടിരുന്നത് റെയിൽവേ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള എന്ത് നടപടിയും റെയിൽവേ സ്വീകരിക്കൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ മൾട്ടി സോൺ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ്. അതായത് ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളാണ് റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ സമത്വത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ സമഗ്രതയെ പറയുന്നവരാണ് ഈ രീതിയിലേക്ക് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ജാഫർ കുട്ടി, താങ്കളൊരു മുൻ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാം, പരിമിതികളില്ല. അതായത് ഈ സോണുകൾ, ഇപ്പോൾ ഈ സോണിനെ ദുർബലമാക്കുമ്പോൾ ഈ സോണിൽ വളരെ ആധിപത്യമുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളെ ദുർബലമാക്കാനുള്ള നടപടി കൂടി രാഷ്ട്രീയമായി ഇതിനുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ ഇലക്ഷൻ ചുമതലകൾക്കൊക്കെയായി വന്നിട്ടുള്ള ചില കർണാടകയിലെ സംഘപരിവാർ നേതാക്കളുടെ ഇടപെടലുകൾ അന്ന് മുതലേ ഈ വിഷയത്തിലുണ്ട് എന്നൊക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഉണ്ടാകാം. അതിനുപരി ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ കാണണം. അതായത് ഇതിപ്പോൾ ഇതിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടായി വരും. അതായത് ആ ഭാഗത്തുള്ള ആളുകളും ഇപ്പുറത്തോട്ടുള്ള ആളുകളും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. 1. 2, പാലക്കാട് ഡിവിഷൻ ശോഷിക്കുന്നതോടുകൂടി തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ട് 2 ഡിവിഷനും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡിവിഷൻ ആയാൽ മതി, അതാണ് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്ന് നാളെ റെയിൽവേ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിരവധി ഇഷ്യൂസ് വരും. അതിൻ്റെ ഒരു ഡിവിഷൻ തന്നെ നഷ്ടമാകുന്നതിലേക്ക് പോകും. അതുപോലെ നമ്മൾ സോണിന് വേണ്ടി ഉന്നയിച്ചിരുന്ന അവകാശവാദം
എന്നേക്കുമായിട്ട് തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. അപ്പോൾ വടക്കും തെക്കുമുള്ള ആളുകളെ തന്നെ വിഭജിച്ചുകൊണ്ട് അതിനിടയ്ക്കൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കത്തക്ക, ട്രേഡ് യൂണിയൻ മാത്രമല്ല രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കത്തക്ക ചില വിഷവിത്തുകളൂടെ ഇതിനുള്ളിൽ കിടപ്പുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തൊക്കെയാണ് ആ വിഷവിത്ത് പറയാനാകുമോ? അത് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രണ്ട് വിഭാഗങ്ങൾ തള്ളി വരുമ്പോൾ അതിനിടയിൽ മീഡിയേറ്ററായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരാം, കേന്ദ്ര ഭരിക്കുന്ന പാർട്ടികൾക്ക് വരാം, അതിൻ്റെ ഇടയിൽ കൂടി അവർക്ക് മുതലെടുപ്പ് നടത്താം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. റെയിൽവേ എന്ന് പറഞ്ഞൊരു ചെറിയ ഏർപ്പാടല്ലല്ലോ.